സാർ ഞാനൊരു പരാതി പറയാൻ വേണ്ടി വിളിച്ചാണ് സാർ. പരാതി? എന്ത് പരാതി? അവിടെ മലയാളം പഠിപ്പിക്കുന്ന ബാഹുലേൻ സാർ സാറ് ക്ലാസ്സിലൊന്നും കയറുന്നില്ലല്ലോ സാറേ. അദ്ദേഹം ഇങ്ങനെ എൻ്റെ കുട്ടി മാത്രമല്ല സാറേ, പല രക്ഷിതാക്കൾ വരെ പരാതി പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. മലയാളത്തിനും കൂടെ ട്യൂഷനൊക്കെ വിടണമെന്ന് പറഞ്ഞാൽ ഞങ്ങളിപ്പോൾ സാധാരണക്കാരായ രക്ഷിതാക്കൾക്ക് അത് താങ്ങാവുന്ന കാര്യമൊന്നും അല്ല കേട്ടോ സാറേ. അദ്ദേഹം ഈ പീരീഡ് അദ്ദേഹം ക്ലാസ്സിൽ കയറിയിട്ടില്ല. അതെ, അത് ഞാൻ നോക്കാം. പാട്ട്, നാടകം, പാട്ട് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ നടന്നാല് എങ്ങനെ സാറേ അത് ശരിയാവുക? വേണ്ടത് ചെയ്യാം. സാർ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കണം സാറേ. ഇനി പരാതി ഒന്നും വരാതെ ഇരിക്കാനേ ഞാൻ ശ്രമിക്കാം. അല്ല, ഞങ്ങൾ രക്ഷിതാക്കൾ എല്ലാവരും കൂടി ചേർന്ന് ഒരു പരാതി കൊടുക്കാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചിട്ടുണ്ട് യൂണിവേഴ്സിറ്റിയിൽ. അതിന്റെ ആവശ്യമില്ല, ഞാൻ ഇവിടെ ഇരിക്കല്ലേ, ഞാൻ വേണ്ടത് ചെയ്തോളാം. വേണ്ടെങ്കിൽ സാർ അതിനനുസരിച്ചുള്ള നടപടി സ്വീകരിക്കണം, പെട്ടെന്ന് സ്വീകരിക്കണം. അവളിങ്ങനെ പാട്ടൊന്നും നാടകം പറഞ്ഞ് നടത്താൻ വേണ്ടിയിട്ടല്ല ഞങ്ങൾ ഇത്രയും വലിയൊരു കോളേജിൽ എൻ്റെ കുട്ടിയെ കൊണ്ട് വന്ന് ചേർത്തത് കേട്ടോ സാറേ. ഓക്കെ, ശരി ശരി. ഇയാളെ കൊണ്ട് തോറ്റല്ലപ്പാ. പിള്ളേർ പറഞ്ഞപ്പോൾ വിശ്വസിച്ചില്ല. ഇപ്പം രക്ഷാകർത്താക്കളെ വിളിച്ച് ചീത്ത വിളിക്കാതെ ഇയാൾ അങ്ങനെ വിട്ടാൽ ശരിയാണ്. ചോദിക്കാനും പറയാനും എനിക്കൊന്നും കേൾക്കണ്ട. ഇപ്പം വിഷമിച്ചിട്ട് ഒരു കാര്യമില്ല. അപ്പോഴേ ഞാൻ പറഞ്ഞു കന്നന്തരങ്ങൾ കാണിക്കരുതെന്ന്. ആ പിള്ളേരെ പറയാണെന്നല്ല ഇത്രയും വെട്ടലായത്. ഒരു കൊച്ചിറക്കം ഒപ്പിടാൻ വന്നപ്പോൾ ഒപ്പിട്ട് കൊടുത്തുവിടായിരുന്ന ഫോണിൽ കൂടെ ചീത്ത വിളി കേട്ട മൊത്തം ഞാൻ കേൾപ്പിച്ചു കൊടുക്കാം. ഫോണിൽ കൂടെ കേട്ട ചീത്ത വിളിയൊക്കെ ഞാൻ കേൾപ്പിച്ചു കൊടുക്കാം. പുറത്തിറങ്ങി ടീച്ചർ നിൽക്കുന്നത് വലിയ ഫ്രണ്ട്ഷിപ്പല്ലേ, ഗുണവീഴ്ച നോക്ക്, ചിലപ്പോൾ നന്നാവും. ഞാൻ എന്ത് പറയാനാ സാർ? ഇപ്പം എങ്ങനെയുണ്ട്? ഓറഞ്ച് ഒരു വാക്ക് പറഞ്ഞതാണ്. കുട്ടികളോട് കളിച്ച സാർമാർക്കും കിട്ടും. പുറകിലല്ലേ ഒപ്പ് കിട്ടും.